ലോക ക്രിക്കറ്റിലെ കൊലകൊമ്പന്മാരായ ബൌളർമാർ. അവർ പന്തെറിയാൻ വരുമ്പോൾ ലോകത്തിലെ വമ്പൻ ബാറ്റർമാർ പോലും ഒന്ന് പതറാറുണ്ട്. IPL-ലെ അതികായന്മാരുടെ പന്തുകൾ ഗാലറിയിലേക്ക് തൂക്കിയെറിയുന്ന ഒരു അത്ഭുത ബാലൻ. ക്രിക്കറ്റ് ലോകം ഇന്ന് ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, ഇവൻ മനുഷ്യൻ തന്നെയാണോ? ജസ്പ്രീത് ബുംറയുടെ യോർക്കറുകളെയും ജോഷ് ഹേസൽവുഡിന്റെ സ്വിംഗുകളെയും ഒരു കൂസലുമില്ലാതെ അതിർത്തി കടത്തുന്ന വൈഭവ് സൂര്യവംശിയുടെ താണ്ഡവമാണ് നമ്മൾ IPL-ൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷയായ SSLC വേണ്ടെന്ന് വെച്ച് ക്രിക്കറ്റ് മൈതാനത്തെ പരീക്ഷയിൽ 100-100 മാർക്ക് വാങ്ങി മുന്നേറുന്ന ഈ കൊച്ചുമിടുക്കൻ എങ്ങനെയാണ് ഇന്ത്യയുടെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത്? എങ്ങനെയാണ് വമ്പൻ ബൌളർമാരുടെ പേടിസ്വപ്നമായി മാറിയത്? നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലോക ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും മികച്ച ബാറ്റർമാർ പോലും അല്പം ഭയത്തോടെയും ആദരവോടെയും നേരിടുന്ന ചില ബൌളർമാരുണ്ട്. ആ ബൌളർമാർ പോലും ഇന്നൊരു 15 വയസ്സുകാരന്റെ ബാറ്റിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ക്രിക്കറ്റ് ലോകം സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ യുവ ബാറ്റർ എന്ന് വൈഭവ് സൂര്യവംശിയെ വിശേഷിപ്പിച്ചാൽ അതൊട്ടും കുറഞ്ഞു പോകില്ല. മുന്നിൽ പന്തെറിയാൻ നിൽക്കുന്ന എതിരാളിയുടെ വലിപ്പമോ ലക്ഷക്കണക്കിന് കാണികൾ തടിച്ചുകൂടിയ സ്റ്റേഡിയത്തിലെ സമ്മർദ്ദമോ ഒന്നും അവനെ ഏശുന്നില്ല. അതിവേഗത്തിൽ പന്തെത്തുമ്പോഴും യാതൊരു കൂസലുമില്ലാതെ അതിനെ അതിർത്തി കടത്തുന്ന ആ ധൈര്യശാലിയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. വെറും 4 മത്സരങ്ങളിൽ നിന്നാണ് വൈഭവ് ഈ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് നമ്മെ കൂടുതൽ അമ്പരപ്പിക്കുന്നു. ഈ ചെറിയ കാലയളവിനുള്ളിൽ 18 സിക്സുകളും 18 ഫോറുകളുമാണ് ഈ ഇടംകയ്യൻ ബാറ്ററുടെ ബാറ്റിംഗിൽ നിന്നും പിറന്നത്. 266.67 എന്ന വിശ്വസിക്കാനാവാത്ത സ്ട്രൈക്ക് റേറ്റിൽ 200 റൺസാണ് താരമടിച്ചുകൂട്ടിയത്. 50 ശരാശരിയിൽ റൺസ് കുതിക്കുമ്പോൾ ഈ സീസണിലെ ഓറഞ്ച് ക്യാപ്പും ആ 15-കാരന്റെ തലയിൽ ഭദ്രമായിരിക്കുന്നു. സ്വന്തം ടീമിലെ സീനിയർ താരമായ യശസ്വി ജയ്സ്വാളിനെ പോലെയുള്ള വെടിക്കെട്ട് ബാറ്റർമാരെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് വൈഭവിന്റെ ഈ കുതിപ്പ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇതുപോലൊരു തേരോട്ടം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ക്രിക്കറ്റിനോടുള്ള വൈഭവിന്റെ അഭിനിവേശം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവന്റെ ജീവിതത്തിലെ ഒരു നിർണായക തീരുമാനം മാത്രം നോക്കിയാൽ മതി. തന്റെ 10ാം ക്ലാസ് പരീക്ഷ വേണ്ടെന്ന് വെച്ചാണ് വൈഭവ് IPL-നായി ഇറങ്ങിത്തിരിച്ചത്. SSLC-യോ IPL-ഓ എന്ന വലിയൊരു ചോദ്യം മുന്നിൽ വന്നപ്പോൾ അവന്റെ അച്ഛൻ നൽകിയ പിന്തുണയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രകടനത്തിന് പിന്നിലെ ഊർജ്ജം. പരീക്ഷ നമുക്ക് പിന്നെയും എഴുതാം, പക്ഷേ IPL നിനക്ക് കിട്ടിയ സുവർണാവസരമാണ്, നിന്റെ ജീവിതം ഇത് മാറ്റിമറിക്കും എന്നായിരുന്നു ആ അച്ഛന്റെ വാക്കുകൾ. അഭിമാനത്തോടെ ആ വാക്കുകൾ നെഞ്ചേറ്റിയ മകൻ ഇന്ന് ലോകത്തിനു മുന്നിൽ അത് ഓരോ പന്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും ശക്തമായ ബൌളിംഗ് നിരയുള്ള ടീമുകളിലൊന്നായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ വൈഭവ് നടത്തിയ പ്രകടനം ആരും മറക്കില്ല. RCB-യുടെ പേരുകേട്ട ബൌളർമാർ തലങ്ങും വിലങ്ങും പന്തെറിഞ്ഞിട്ടും വൈഭവിനെ പൂട്ടാൻ അവർക്കായില്ല. വെറും 15 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച താരം രാജസ്ഥാൻ റോയൽസിന്റെ കുതിപ്പിന് അസാമാന്യ വേഗമാണ് നൽകിയത്. ഇന്ത്യക്കാരന്റെ വേഗമേറിയ IPL അർദ്ധ സെഞ്ചുറിയിൽ 4ാം സ്ഥാനത്തേക്കെത്താൻ ഇതിലൂടെ വൈഭവിനായി. 13 പന്തിൽ 50 നേടിയ യശസ്വി ജയ്സ്വാളും 14 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ KL രാഹുലും മാത്രമാണ് ഈ റെക്കോർഡിൽ വൈഭവിന് മുന്നിലുള്ളത്. അന്ന് 26 പന്തിൽ 78 റൺസ് നേടിയ വൈഭവിനെ പുറത്താക്കാൻ കൃണാൽ പാണ്ഡ്യയ്ക്ക് വിരാട് കോഹ്ലിയുടെ സഹായം തന്നെ വേണ്ടിവന്നു. ഓസ്ട്രേലിയൻ സൂപ്പർ പേസർ ജോഷ് ഹേസൽവുഡിനെതിരെ വൈഭവ് എങ്ങനെ കളിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹേസൽവുഡിനെ ബൗണ്ടറിയോടെയാണ് വൈഭവ് വരവേറ്റത്. ആ ഓവറിൽ മാത്രം 3 ഫോറും 1 സിക്സുമടക്കം താരം അടിച്ചെടുത്തു. സ്വിംഗ് വിസ്മയം തീർക്കുന്ന ഭുവനേശ്വർ കുമാറിനെ പോലും ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് വൈഭവ് തുടങ്ങിയത്. ജസ്പ്രീത് ബുംറയെപ്പോലെയുള്ള ലോകോത്തര ബൌളർമാരെ വിറപ്പിച്ച ഈ 15-കാരന്റെ ബാറ്റിംഗ് മികവ് വെറും ഭാഗ്യമല്ലെന്ന് ഓരോ മത്സരവും അടിവരയിടുന്നു. പേസർമാരെ മാത്രമല്ല, സ്പിന്നർമാരെയും അതിസമർത്ഥമായി നേരിടാനുള്ള അപാരമായ കഴിവ് വൈഭവിനുണ്ട്. പ്രായത്തെ വെല്ലുന്ന ഈ ബാറ്റിംഗ് മികവ് കണ്ട് ക്രിക്കറ്റ് നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത് വൈഭവ് വൈകാതെ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിൽ എത്തുമെന്നാണ്. അയർലൻഡിനെതിരായ T20 പരമ്പരയിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ടീമിലോ പോലും ഈ താരത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. 15ാം വയസ്സിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെയും അനായാസമായും ഷോട്ടുകൾ കളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ സീനിയർ ബൌളർമാരെ നേരിടുന്ന ഈ കൊച്ചുതാരത്തിനു മുന്നിൽ വലിയൊരു ഭാവി തന്നെയുണ്ട്. വൈഭവ് സൂര്യവംശിയുടെ ഈ തകർപ്പൻ ഫോം തുടരുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നീലക്കുപ്പായത്തിൽ ഇന്ത്യൻ ടീമിനായി താരം പാടണിയുന്നത് നമുക്ക് കാണാം. വൈഭവിന്റെ ഈ തീരുമാനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ചും നിങ്ങൾക്കും ചിലത് പറയാനുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലെയുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ക്രിക്കറ്റ് പ്രേമികളായ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച ക്രിക്കറ്റ് വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.